ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. എത്ര മിനിറ്റാ? ആകെ 40 മിനിറ്റാണ്. സർ, ഈ സംസ്ഥാനത്തെ ഗതാഗത രംഗത്ത് KSRTC ആണ് മലയാളിയുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ആകർഷണം. ഇവിടെ ശ്രീ പ്രൊഫസർ ജയരാജൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ മലയാളി എന്ന് പറയുമ്പോൾ അവർ ആദ്യം ഓർക്കുന്നത് KSRTCയെക്കുറിച്ചാണ്. കാരണം കേരളത്തിൻ്റെ അടയാളം കഥകളി എന്ന രൂപം പോലെ തന്നെ മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒന്നാണ് KSRTC. ആ KSRTCയുടെ ഉന്നമനത്തിന് വേണ്ടി കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 10,000 കോടി രൂപ ചെലവഴിച്ച സർക്കാരാണ് കേരളത്തിലെ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുമുന്നണി സർക്കാർ. ഇതുകൂടാതെ എല്ലാ സമയത്തും ഇതിൽ ഇടപെടുകയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ മന്ത്രിയായി ചുമതലയെടുത്തിട്ട് 1 വർഷം കഴിയുന്നുള്ളൂ. ഡിസംബർ മാസത്തിൽ ഞാൻ ചുമതലയെടുക്കുമ്പോൾ അന്ന് ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. KSRTC ജീവനക്കാർക്ക് ഒറ്റ ഗഡുവായി ഒരുമിച്ച് 1-ാം തീയതി ശമ്പളം കൊടുക്കാനുള്ള നടപടിയെടുക്കണം. അതിനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി അടിയന്തരമായി തയ്യാറാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കി അദ്ദേഹത്തിന് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ KSRTCയുടെ ഒരു സഹോദര സ്ഥാപനമായി പ്രവർത്തിക്കുന്ന ഗതാഗത വകുപ്പിൽ തന്നെയുള്ള ട്രാൻസ്പോർട്ട് ഫൈനാൻസ് കോർപ്പറേഷൻ KTDFC KSRTC നമ്മളൊരു കടം, ഒരു കൺസോർഷ്യം ലോണിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെയും എന്നെയും കൂടെ ഇരുത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കുകയും 650 കോടി രൂപ KTDFC കൊടുക്കാനുള്ള KSRTCയുടെ കടം ഈ 10,000 കോടി കൂടാതെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് കഴിഞ്ഞ 2024 ഓഗസ്റ്റ് മാസം മുതൽ ഒറ്റത്തവണയായി ശമ്പളം കൊടുക്കാനും ഈ മാസം മുതൽ 1-ാം തീയതി ശമ്പളം കൊടുക്കാനും കഴിഞ്ഞത്. ഇവിടെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചു. കാരണം മന്ത്രി പറഞ്ഞു ജനുവരിയിൽ കൊടുക്കും, ഫെബ്രുവരിയിൽ കൊടുക്കും. ഇതെല്ലാം പറയുമ്പോൾ സാർ കാര്യം മനസ്സിലായത് പോക്കറ്റിൽ പൈസ വെച്ചിട്ട് എടുത്ത് കൊടുക്കാത്തതല്ല സാർ. പണം 100 കോടി രൂപയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തേക്കുന്നത്. 10.9% പലിശയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഈ ഗവൺമെൻറ് ജീവനക്കാരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് KSRTC ജീവനക്കാരിൽ പലരും ഹൃദയത്തിൻ്റെ അസുഖം കൊണ്ട് മരിച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ കാലാകാലങ്ങളായി KSRTCയുള്ള കെടുകാര്യസ്ഥതയുടെ ഫലമായി വന്ന കടം, ഇന്ത്യയിലെ ഒരു പൊതുഗതാഗത സംവിധാനത്തും ഇല്ലാത്ത പെൻഷൻ സംവിധാനങ്ങൾ, ഇതെല്ലാം കൊണ്ട് KSRTC തകർന്നിരിക്കുകയാണ്. ആ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഈ പൊതുമേഖലാ സ്ഥാപനത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി 10,000 കോടി ചിലവാക്കിയത് കൂടാതെ പിന്നീട് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലുമായി നമ്മൾ വളരെ തെറ്റിദ്ധരിപ്പിച്ച് സംസാരിക്കുകയാണ് സഭയിൽ. 1-ാം തീയതി കൊടുക്കാമെന്ന് മന്ത്രി പറഞ്ഞു. 1-ാം തീയതി കൊടുത്തില്ല, 3-ാം തീയതി കൊടുത്തു. അത് മറക്കരുത്. കഴിഞ്ഞ 2021 ജൂലൈ മുതൽ ശമ്പളം പല ഘട്ടങ്ങളായി കിട്ടിക്കൊണ്ടിരുന്നത് മാറി ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വരാൻ അവധി ദിവസമാണ്. ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ 1 ദിവസം താമസം വന്നപ്പോൾ 1-ാം തീയതിക്ക് പകരം 3-ാം തീയതി കൊടുത്തു. അത് 3 എന്നുള്ളത് മറച്ചിട്ട് ഈ മാസവും 1-ാം തീയതി കൊടുത്തില്ല. ഇത് ഒരു സഭയെ തെറ്റിദ്ധരിക്കുക, ഒരു നാടിനെ തെറ്റിദ്ധരിപ്പിക്കുകയും KSRTCയിലെ മുഴുവൻ ജീവനക്കാരെയും കളിയാക്കുന്നത്. അവർ പറയില്ല കിട്ടിയില്ല, ഒരു ജീവനക്കാരും പറയില്ല അത് കിട്ടിയില്ല എന്നുള്ളത്. കിട്ടി, അടുത്ത മാസം തൊട്ട് 1-ാം തീയതി കൊടുക്കും. അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടാണ് ഈ സർക്കാർ ഈ ധനാഭ്യർത്ഥനയിൽ മറുപടി പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നടന്ന സംഭാഷണങ്ങളിലെല്ലാം KSRTCയുള്ള താല്പര്യം ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും കാണിച്ചു. നമ്മൾ KSRTC ജീവനക്കാരുടെ ഭാഗത്താണ്. അവരെ നല്ല സജീവമായ പ്രവർത്തനം കൊണ്ട് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ KSRTC കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ശാരീരികവും മാനസികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുകൊണ്ട് KSRTCക്ക് ഓൺലൈൻ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് ജീവനക്കാർക്ക് വേണ്ടിയിട്ട്. അതുപോലെ വിരമിച്ച ജീവനക്കാർക്കുള്ള കുടിശ്ശിക ആനുകൂല്യങ്ങൾ സമയബന്ധമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് സമഗ്രമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ കണക്ക് പറയാൻ സാർ എന്നെ അനുവദിക്കും. അതിൻ്റെ കണക്ക് ശ്രീ വിൻസെൻ്റ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചില കണക്കുകൾ പറഞ്ഞു. അതല്ല അതിൻ്റെ കണക്ക്. അദ്ദേഹത്തിനോട് ഈ ബോധ്യപ്പെടാൻ വേണ്ടി ഇന്നത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. 1/1/2024 മുതൽ 28/2 2-ാം മാസം വരെ, ഇന്നത്തെ കണക്കല്ല, നൽകിയ ആനുകൂല്യങ്ങൾ ആണ്. DCRG CVP ഇനത്തിൽ 69,77,00,000 രൂപ. 3/24/23 വരെ, 3/23/2021 3-ാം മാസം വരെയുള്ള റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഡേറ്റ് വരെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. PF ഇനത്തിൽ 25,57,00,000 രൂപ കൊടുത്തു. PF ലോൺ കൊടുക്കുന്ന വകയിൽ 13,78,00,000, 1,00,000 രൂപ മുതൽ 50,000 രൂപ വരെ ഇപ്പം സ്ഥിരമായി നമ്മൾ ലോൺ അനുവദിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ NDR ഇനത്തിൽ ബാങ്കുകളിൽ നിന്നെടുത്ത ലോണ് തിരിച്ചടയ്ക്കുന്ന ഇനത്തിൽ ഒരു വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, 30,96,00,000 രൂപ. മെഡിക്കൽ ആനുകൂല്യങ്ങൾ 1,88,00,000 രൂപ. SLI സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് GIS ഇനത്തിൽ 28,93,00,000 രൂപ.
NPS ഇനത്തിൽ 5,14,00,000 രൂപ. ഇതെല്ലാം പൂർത്തിയായി എന്നല്ല പറയുന്നത്. അങ്ങനെ 173,03,00,000 രൂപ ഈ ഒരു വർഷത്തിനിടയിൽ ജീവനക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. വിൻസെന്റിന് ആ കണക്കറിയില്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ വഴങ്ങുന്നില്ല. അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ ഒരു കുറച്ച് സമയമുള്ളെന്ന് സ്പീക്കർ സാർ പറയുമ്പോൾ അത് അനുസരിക്കുക. അദ്ദേഹത്തിന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഈ രേഖകൾ കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ രേഖ നിയമസഭയിൽ പറയുന്ന രേഖയാണ്. കള്ളത്തരം പറയേണ്ട പറ്റില്ല. ഇവിടെ കള്ളം പറയാൻ പറ്റില്ല. സത്യമാണ് പറയുന്നത്. ഈ സർക്കാർ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ജീവനക്കാർക്ക് ചെലവ് ചുരുക്കിയും വരുമാനം വർദ്ധിച്ചും ജീവനക്കാർക്ക് കൊടുക്കാനുള്ള കിട്ടാവുന്ന എല്ലാ പണവും ശേഖരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. KSRTCയിലെ മദ്യവെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക, അത് ഒരു മോശമായ കാര്യമാണ്. അത് തടഞ്ഞതിന് ശേഷം KSRTCയിൽ 37.77% ആക്സിഡൻറ്റ് കുറഞ്ഞിട്ടുണ്ട് കേരള സംസ്ഥാനത്ത്. KSRTC വണ്ടി ഇടിച്ചുള്ള മരണവും ആക്സിഡൻറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബസ് ഡിപ്പോകളിൽ ജീവനക്കാരുടെ സൗകര്യങ്ങൾ പാലക്കാട് MLA ഇവിടെ ഇരിപ്പുണ്ട്. പാലക്കാട് ഡിപ്പോയിൽ സ്പോൺസറെ കണ്ടുപിടിച്ചിട്ടാണ്. കരുനാഗപ്പള്ളി MLA ഇവിടെയുണ്ട്. അവരെ യാത്രക്കാർ വിശ്രമിക്കുന്ന മുറി അവിടുത്തെ മുൻ MLA രാമേന്ദ്രനും മഹേഷും പണം നൽകി വെച്ച കെട്ടിടമാണ്. ആ കെട്ടിടത്തിലെ വിശ്രമമുറി സ്പോൺസറെ കണ്ടുപിടിച്ച് നേരിട്ട് ജീവനക്കാർ കിടക്കുന്ന മുറി എയർ കണ്ടീഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമമുറി ഉള്ളത് കരുനാഗപ്പള്ളിയിലാണ്. പാലക്കാട് ഡിപ്പോയിലെ ജീവനക്കാരിരിക്കുന്ന ഓഫീസ് കേരളത്തിൽ ആദ്യമായി KSRTCയിലെ ഓഫീസ് സമ്പൂർണ്ണമായി എയർ കണ്ടീഷൻ ചെയ്തു. ജീവനക്കാർ കിടക്കുന്ന മുറികളും അവർക്ക് എയർ കണ്ടീഷൻ, അവർ വിശ്രമിക്കുന്ന മുറികളും എയർ കണ്ടീഷൻ ചെയ്തു. കാരണം അവർ വിശ്രമിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ അപകടം കുറഞ്ഞിരിക്കും എന്നുള്ളതുകൊണ്ട് ഇനി KSRTC നിർമ്മിക്കുന്ന എല്ലാ കെട്ടിടങ്ങളിലും MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നുണ്ട്, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നുണ്ട്. ഇതിനെല്ലാം എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസുകളും എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ മുറികളും ഉണ്ടാവും ജീവനക്കാർക്ക്. അങ്ങനെ ഒരു വലിയ മാറ്റം KSRTCയിലെ ജീവനക്കാർക്ക് അവരുടെ സൗകര്യങ്ങൾ മാറുകയാണ്, അവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ മാറുകയാണ്. അതുപോലെ KSRTCയിൽ ചെലവ് ചുരുക്കലിന് വേണ്ടിയിട്ട് വളരെയധികം നടപടികൾ സ്വീകരിച്ചു. അത് പോരാ എന്ന് തോന്നിക്കൊണ്ട് ഈ ആഴ്ചയിൽ തന്നെ ജീവനക്കാരുടെയും അവരുടെ സംഘടനകളുടെയും അഭിപ്രായം തേടുകയാണ്. എവിടെയൊക്കെ ചെലവ് ഒഴിക്കാം, 10 പൈസ കുറയ്ക്കാൻ കഴിയുന്നൊരു സ്ഥലം ചൂണ്ടിക്കാണിച്ചാൽ അത് കുറച്ചുകൊണ്ട് KSRTC ചെലവ് കുറച്ച് മുന്നോട്ട് പോകുകയും വരവ് വർദ്ധിപ്പിക്കുകയും ചെയ്യാനാണ് നമ്മുടെ നടപടികൾ മുന്നോട്ട് പോകുന്നത്. KSRTCയുടെ എല്ലാ MLAമാരോടും നന്ദി പറയുകയാണ്. KSRTCയുടെ വളർച്ചയ്ക്ക് വേണ്ടി MLAമാർ അവരുടെ ഫണ്ടുകൾ നൽകി. പലപ്പോഴും പല ഏജൻസികളെ ഏൽപ്പിച്ചത് കുഴപ്പത്തിലായപ്പോൾ ഞാൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട PWD മന്ത്രി ശ്രീ റിയാസുമായി ഞങ്ങൾ ചർച്ച ചെയ്യുകയും KSRTCയുടെ എല്ലാ സിവിൽ വർക്കുകളും, KSRTCയുടെ സിവിൽ വിങ്ങിൻ്റെ പ്രവർത്തനം ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ സിവിൽ വർക്കുകളും ഇനി മേലിൽ PWD ബിൽഡിങ്സ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിലെ സെൻറ്റേജ് ചാർജ് ഒഴിവാകുകയാണ്. ഒരു MLA 1 കോടി രൂപ കൊടുത്താൽ 8% വരെ സെൻറ്റേജ് ചാർജ് പോകുമായിരുന്നു. ആ സെൻറ്റേജ് ചാർജ് ഇല്ലാതെ PWD ബിൽഡിങ്സ് ആണ് ഇപ്പോൾ ചെയ്യുന്ന. എല്ലാ MLAമാർക്കും അറിയാം അവരവരുടെ മണ്ഡലങ്ങളിലെ വർക്കുകൾ വളരെ വേഗത്തിൽ പ്രോഗ്രസ് ചെയ്യാണ്. ഇപ്പോൾ ചെങ്ങന്നൂർ ബസ് സ്റ്റേഷൻ അതിനെ പൊളിച്ചു മാറ്റൽ ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ ചങ്ങനാശ്ശേരി MLA അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പൊളിച്ചു മാറ്റിയെടുത്ത് കെട്ടിട നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. അത് അടുത്തായി വരാൻ വന്ന് ചങ്ങനാശ്ശേരി കഴിഞ്ഞാൽ ഇന്നിവിടെ കായംകുളം MLA പറഞ്ഞു അത് വളരെ വേഗം പൊളിച്ചു മാറ്റി അതിൻ്റെ AS ആവുകയാണ്, ചെങ്ങന്നൂരിൻ്റെ AS ആവുകയാണ്. പണമില്ല എന്ന് പറയുന്നത് ശരിയല്ല. ധനകാര്യമന്ത്രി അതിൽ പണം മാറ്റി വെച്ചിട്ടുണ്ട്. കൊട്ടാരക്കര, ചെങ്ങന്നൂർ, കായംകുളം, കൊട്ടാരക്കര, മലപ്പുറം, കൊല്ലം ഈ സ്ഥലങ്ങളിലെല്ലാം ഗുരുവായൂർ പുതിയ മന്ദിരങ്ങൾ നിർമ്മിക്കാനുള്ള നടപടികളായിട്ടുണ്ട്. അതിൻ്റെ AS വരുന്ന മുറയ്ക്ക് എല്ലാം ഇപ്പം വന്നത് PWDക്ക് പോവുകയാണ്. PWD വളരെ വേഗത്തിലാണ് വർക്ക് ചെയ്യുന്നത്. MLAമാർക്ക് അതാത് മണ്ഡലങ്ങളിൽ ഇത് മോണിറ്റർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ വിഴിഞ്ഞത്ത് സ്പോൺസറെ കണ്ടുപിടിച്ച് ഞാൻ അത് മൊത്തം വൃത്തിയാക്കി തന്നു. അതെല്ലാം മനസ്സിലാക്കണം. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാ ബസ് സ്റ്റേഷനും മനോഹരമായിരിക്കണം. പരമാവധി ബസ് സ്റ്റേഷൻ പെരുമ്പാവൂർ MLA ഉണ്ട്, അദ്ദേഹത്തിനെ അറിയാം. ആ ബസ് സ്റ്റേഷൻ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. നമ്മളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബ്രാൻഡ് ചെയ്തിട്ട് വളരെ ബ്രാൻഡ് ന്യൂ ആക്കി മാറ്റി നല്ല സ്റ്റൈലാക്കി മാറ്റിയിട്ട് സൗകര്യങ്ങളോടി ബസ് സ്റ്റേഷനുകളെ ബ്രാൻഡ് ചെയ്ത് പ്രൈവറ്റ് കമ്പനികളുടെ സഹായത്തോടെ ബ്രാൻഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ KSRTCയുടെ ഒരു മുഖച്ഛായ മാറും. അതുപോലെ പഴയ വണ്ടികളാണ് നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ ആ വണ്ടികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വണ്ടികൾ പലതും ഡാമേജിനാണ്. അപ്പോൾ നമ്മളൊരു ഫ്ലീറ്റ് മോഡേണൈസേഷൻ എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് താഴെ തട്ടിലെല്ലാം സൂപ്പർ ഫാസ്റ്റ് വരും, എക്സ്പ്രസ് വരും. ഇത് പഴകുമ്പോൾ താഴോട്ട് പോകും. അപ്പോൾ മുകളിൽ നിന്നൊരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ലാഭം ഒരു ഓർഡിനറി ബസ് കളയും. അപ്പോൾ അത് മാറാൻ വേണ്ടി നമ്മൾ ഈ ഹയർ ക്ലാസ് വണ്ടികൾ വാങ്ങുന്നതോടൊപ്പം താഴെ നിന്നും വണ്ടികൾ മാറ്റാം. ഗ്രാമപ്രദേശത്ത് ഓടുന്ന വാഹനങ്ങൾ പുതിയ ജനകീയ ആസൂത്രണത്തിൽ കടന്നു വന്ന പുതിയ ചെറിയ റോഡുകളിലും ഇടവഴികളിലും മലയോര മേഖലകളിലും കർഷക തൊഴിലാളികളുടെയും ആദിവാസികളും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ താമസിക്കുന്ന മലയോര മേഖലകളിലേക്ക് ചെറിയ ബസ്സുകൾ 10 മീറ്ററുള്ള ബസ്സുകൾ 4 സിലിണ്ടറുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി പറയേണ്ടത് 4 സിലിണ്ടറുള്ള ഫ്യൂവൽ മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു KSRTC ബസ്സിന് കിട്ടുന്ന മൈലേജ് 3 കിലോമീറ്ററാണ്. പക്ഷേ ഈ ചെറിയ വണ്ടിയിലേക്ക് മാറുമ്പോൾ അത് 7 മുതൽ 8 കിലോമീറ്റർ വരെ മൈലേജ് തരും. അപ്പോൾ തന്നെ വലിയ വ്യത്യാസം ഉണ്ടാവും.
അപ്പോൾ ഈ നഷ്ടം വരാത്ത രീതിയിൽ രണ്ട് വശത്തും മാറ്റം വരുത്തിക്കൊണ്ട് ഗ്രാമീണ ബസ്സുകൾ, ഇവിടെ എല്ലാവരും പറഞ്ഞു, ശ്രീമതി രമ പറഞ്ഞു, ഗ്രാമീണ ബസ്സുകൾ വന്നാൽ ഇവിടെ എല്ലാവരും പറയും ഗ്രാമീണ ബസ്സുകൾ, ഗ്രാമപ്രദേശം ഓടാൻ പറ്റിയ ചെറിയ ബസ്സുകൾ, ഈ വലിയ ബസ്സിനകത്ത് 10 പേര്, കോവിഡിന് ശേഷം ബസ് യാത്രക്കാരുടെ എണ്ണം കുറവാണ്. അപ്പോൾ ആ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞാലും നമ്മൾ ആ വണ്ടി ഓടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഓടിക്കണമെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടുന്ന ചെറിയ വണ്ടികൾ വരണം. അത്തരം വണ്ടികൾക്ക് മെയിൻ്റനൻസും കുറവാണ്. ഇപ്പോൾ നമ്മൾ യാത്രക്കാർക്ക് വേണ്ടി സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം AC ഒരു വണ്ടി വാങ്ങി. ആ വണ്ടി 70,000 കിലോമീറ്റർ ഓടിയിട്ടും അതിൻ്റെ പല വണ്ടികളിലെയും ഒരു വണ്ടിയുടെ മാത്രമേ ഉള്ളൂ ലൈനർ പോയിട്ടുള്ളൂ, ബാക്കി ഒരു വണ്ടിയുടെയും പോയിട്ടില്ല. ടയറുകൾ മാറ്റേണ്ടി വന്നിട്ടില്ല, ചെറിയ ടയറാണ്, മാറ്റേണ്ടി വന്നിട്ടില്ല. മറ്റ് മെയിൻ്റനൻസ് പ്രശ്നങ്ങളില്ല. എല്ലാ ദിവസവും അത് നന്നായി ഓടുന്നത്. ആ വണ്ടി ഒരു ദിവസം 10 വണ്ടി ഓടുന്നുണ്ട്. ശരാശരി ആ വണ്ടി ഒരു ദിവസം ഒരു വണ്ടി 10,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാകും. നമ്മൾ ഓരോ വണ്ടിയുടെയും പ്രോഫിറ്റ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലീറ്റ് മോഡേണൈസേഷൻ വരികയാണ്. അത് മാത്രമല്ല മറ്റ് ഇതര വരുമാനങ്ങൾ എല്ലാവരും പറയാറുണ്ട്. സുശീൽ കമ്മീഷൻ പറയുന്നുണ്ട്, ഖന്ന റിപ്പോർട്ടിൽ പറയുന്നു, ട്രേഡ് യൂണിയൻസ് പറയുന്നു, രാഷ്ട്രീയ പ്രവർത്തകർ പറയുന്നു, മാധ്യമങ്ങൾ പറയുന്നു. ഇതര വരുമാനങ്ങൾ, ടിക്കറ്റ് ഇതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ KSRTCയുടെ ചരിത്രത്തിൽ വന്നിട്ട് ഏറ്റവും നല്ലൊരു പരിഷ്കാരമാണ് 2001 മുതൽ നടക്കുന്ന ബഡ്ജറ്റ് ടൂറിസം പദ്ധതി. അതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് മുൻ വർഷത്തേക്ക് അപേക്ഷിച്ച് ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ വരുമാനം പ്രതിമാസം 1,68,00,000 രൂപ അധികമായി വരികയാണ്. അത്ര വർദ്ധിച്ചിരിക്കുകയാണ്. 1,62,00,000 രൂപയാണ് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ വന്നിരിക്കുന്ന പ്രതിമാസ ശരാശരി വർധനവ്. കേരളത്തിലെ ജനങ്ങൾ ഇന്നത് ഹൃദയത്തിലേറ്റിയിരിക്കുകയാണ് ഈ ടൂറിസം പരിപാടി. 84% വരുമാന വർധനവ്. ചെറിയ വർധനമല്ല, 84% വർധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ കടകൾ, ഒഴിഞ്ഞു കിടക്കുന്ന കടകൾ വാടകയ്ക്ക് കൊടുക്കണം. അതുപോലെ കൊറിയർ സർവീസ്, ആ കൊറിയർ സർവീസ് കഴിഞ്ഞ വർഷം ഇതേ വർഷത്തിൽ 2023 നേടിയത് 1,33,79,521 രൂപ. അതേസമയം ഈ വർഷം നേടിയിരിക്കുന്നത് 6,80,20,750 രൂപ. വലിയ വർധനവാണ്, വലിയ വർധനവ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ സർവീസുകൾ ഇനി വീടുകളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ കൊറിയർ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ വന്നാണ് വാങ്ങുന്നത്. അത് വീടുകളിൽ എത്തിക്കാൻ വേണ്ടി കുടുംബശ്രീ പോലുള്ള ഏതെങ്കിലും ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് വീടുകളിൽ എത്തിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ്. അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗമായി നമ്മളെ വീടുകളിലേക്ക് ബൈക്കിൽ കൊണ്ടുതരാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുടനെ നടപ്പിൽ വരുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ കടമുറികൾ വാടകയ്ക്ക് കൊടുക്കും. കഴിഞ്ഞ കാലാകാലങ്ങളിൽ കേസുകൾ കൊടുത്തും KSRTCയുടെ കടമുറികൾ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റാതെ കുരുക്കിലിട്ടും ഉള്ളവർ ഒഴിഞ്ഞു തരാതെയും വാടക തരാതെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരുന്നു. അതിലൊരു മാറ്റം വരുത്താൻ വേണ്ടി 9-ാം മാസം സെപ്റ്റംബറിൽ ആ സെക്ഷനിലിരുന്ന 18 പേരെയും ഒരുമിച്ച് സ്ഥലം മാറ്റി വേറൊരു ടീമിനെ വെച്ചു. ആ ടീം വന്നതിന് ശേഷം ഒഴിഞ്ഞു കിടന്ന 44 കടകൾ അവർ വാടകയ്ക്ക് കൊടുത്തു. ഈ മാർച്ച് 10 മുമ്പ് അവർ നേടിയിരിക്കുന്ന 31,70,70,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയും കേരളത്തിൽ 219 കടകൾ KSRTC ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഞെട്ടുന്നൊരു കാര്യമാണ്. ആലുവ MLA ഉണ്ട്, അദ്ദേഹത്തിന് ഞാൻ സംസാരിച്ചു. ആലുവയിലടക്കം കടകൾക്കൊന്നും നമ്പർ ഇട്ടിട്ടില്ല. അതായത് ആലുവ, പത്തനംതിട്ട, മൂവാറ്റുപുഴ, തൊടുപുഴ, ആലുവ, നിലമ്പൂർ, മലപ്പുറം, ഇത്രയും സ്ഥലങ്ങളിൽ നമ്പർ ഇടാത്തതുകൊണ്ട് കടകൾ കൊടുക്കാൻ വയ്യ. മലപ്പുറം ഇപ്പോൾ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. മെയ് മാസം അവസാനം ഉദ്ഘാടനം ചെയ്യുകയും നമ്പർ ഇട്ട് ഉദ്ഘാടനം ചെയ്യും. മെയ് മാസം അവസാനം നമ്പർ ഇട്ട് കെട്ടിടം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യും. ഇതെല്ലാം ഉദ്ഘാടനം കഴിഞ്ഞ കെട്ടിടങ്ങളാണ്. ഇതിനൊന്നും നമ്പർ ഇടാത്തതുകൊണ്ട് ഈ 219 കടകൾ ഒഴിഞ്ഞ് 219 കടകൾ കൊടുത്താൽ ഒരു 1.5 കോടി രൂപ KSRTCക്ക് അധിക വരുമാനം ഉണ്ടാവും. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ KSRTC ഒരു പുതിയ പരിഷ്കാരം, നാട്ടിലെ ഡ്രൈവിങ് വളരെ മോശമായിരുന്നു. ലൈസൻസുകൾ യാതൊരു വിലയുമില്ലാത്തതായി മാറി. നല്ല ലൈസൻസുകൾ ഉണ്ടാകണം. പരിശീലനം നേടിയ ഡ്രൈവർമാർ റോഡിലിറങ്ങിയാൽ അപകടം കുറയും. ശ്രീ ജയരാജ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അങ്ങനെ വരുന്നതിനുള്ള ഒരു മാർഗ്ഗമായി KSRTC ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ പറഞ്ഞു ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ ഈ മന്ത്രി സമ്മതിക്കില്ല, ഇതെല്ലാം സ്ട്രിക്റ്റായി, നമ്മളെ വയറ്റത്തടിച്ചു, കഞ്ഞി പാർട്ടി ഇട്ടു എന്നൊക്കെ പറഞ്ഞു. നമ്മളൊന്ന് രസകരമായിട്ട് മറുപടി ഇത് കേൾക്കണം. KSRTC ഇതുവരെ 20 സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. അതിൽ 10 സ്ഥലത്ത് ആരംഭിച്ചു. ഇന്നലെ ചടയമംഗലം അടക്കം ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നാളെ ഇവിടെ നിലമ്പൂർ, അതുപോലെ 4 സ്ഥലങ്ങളിൽ നാളെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇനി ചെയ്യാനുള്ളത് ചെയ്തത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ചാത്തന്നൂർ, എടപ്പാൾ, ചാലക്കുടി, മാനന്തവാടി, ചിറ്റൂർ, ചടയമംഗലം, വിതുര, കാട്ടാക്കട ചെയ്തു. ഇതുവരെ വരുമാനം, അത് ശ്രദ്ധിച്ച് കേൾക്കണ കാര്യം, ഇതുവരെ വരുമാനം 70, അതായത് സാധാരണ ചാർജാണ്. മറ്റ് കടക്കാർ മറ്റ് ഡ്രൈവിംഗ് സ്കൂൾ വാങ്ങുന്നതിനേക്കാൾ ചാർജ് കുറവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ റേറ്റ്. പട്ടികജാതിപ്പെട്ടവർക്ക് 2,000 രൂപ 2,500 രൂപ കുറവ്. ഇതെല്ലാം വെച്ചിട്ട് KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ പുതിയ കാർ, പുതിയ ബൈക്ക്, പുതിയ സ്കൂട്ടർ, സിമുലേറ്റർ 6 ലക്ഷം രൂപയ്ക്ക് മേളിൽ വിലയുള്ള സിമുലേറ്റർ ഇതിലാണ് പഠിപ്പിക്കുന്നത്. തിയറി ക്ലാസ്, മെക്കാനിക്കൽ ക്ലാസ് പഠിപ്പിക്കും. ഇതെല്ലാം ചേർത്തുകൊണ്ട്
വരുമാനം 76,86,000 രൂപ, ചിലവ് 33,200 രൂപ, ലാഭം 41,84,000 രൂപ. വളരെ ദാരിദ്ര്യം പിടിച്ചൊരു ബിസിനസ്സാണെന്ന് മനസ്സിലായല്ലോ ഈ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ മോശമായ ഒരു ഇനി എത്ര സമയം വേണം? എന്തോ ഇനി മോട്ടോർ വെഹിക്കിളിലേക്ക് കയറി അവസാനിപ്പിക്കുക. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് കയറി ഒന്ന് കറങ്ങി അങ്ങ് ഇറങ്ങും. അപ്പോൾ നല്ല മേന്മയുള്ള ഡ്രൈവിംഗ് നടത്താൻ കഴിഞ്ഞു. അതുപോലെ ഞാൻ യാത്രക്കാർക്ക് വേണ്ടിയുള്ള കാര്യം കൂടി പറഞ്ഞത് KSRTC ചുരുക്കം. യാത്രക്കാർക്ക് ഏറെ പ്രിയങ്കരമായ മിന്നൽ സർവീസ്, ലോ ഫ്ലോർ ബസ്സുകൾ ഇതെല്ലാം റീഫർബിഷ് ചെയ്യുകയാണ്, പുതിയതാക്കുകയാണ്. പഴയ വണ്ടി പുതിയ വേണമെങ്കിൽ വണ്ടി വാങ്ങാൻ വലിയ പൈസയില്ല. കഴിഞ്ഞ വർഷം 63 കോടി രൂപ തന്നു. അതിൻ്റെ വണ്ടികളെല്ലാം ഓർഡർ ചെയ്തു. ഏപ്രിൽ മാസത്തോടെ ഈ വണ്ടികൾ, ചെറിയ വണ്ടി, സൂപ്പർ ഫാസ്റ്റ് എല്ലാം, ഹയർ ക്ലാസ് സ്ലീപ്പർ ബസ് എല്ലാം ഏപ്രിൽ മാസത്തോടെ വന്നു തുടങ്ങും. നമ്മൾ ഓർഡർ എല്ലാം കൊടുത്തു. പണം ധനകാര്യ വകുപ്പ് തന്നിട്ടുണ്ട്. ഇനി 107 കോടിയാണ് ഈ വർഷം ബഹുമാനപ്പെട്ട മന്ത്രി ഈ ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്നത്. അതുകൂടി ആദ്യ മാസങ്ങളിൽ തന്നെ റിലീസ് ചെയ്താൽ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ കേരളത്തിലെ KSRTCയുടെ ബസ്സുകൾ മുഴുവൻ പുതിയതായിട്ട് അങ്ങ് മാറും. വളരെ പെട്ടെന്ന് മാറ്റാൻ കഴിയും. കാരണം നിലവിൽ നമ്മൾ ഏതാണ്ട് എല്ലാം 100-200 വണ്ടികൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചാണ് ടെൻഡർ വിളിച്ചത്. പൈസ വരുന്ന മുറയ്ക്ക് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കും. ഇനി നിർത്തില്ല. അതായത് അവരോട് പറഞ്ഞിരിക്കുന്നത് ഇനി സപ്ലൈ കമ്പനിക്കാർ നിർത്താൻ പാടില്ല, വണ്ടി വന്നുകൊണ്ടേയിരിക്കണം എന്നാണ്. അതുപോലെ AC ലോ ഫ്ലോർ ബസ്സുകളും നന്നാക്കുകയാണ്. പിന്നെ മിന്നൽ സർവീസുകൾ, സൂപ്പർ ഡീലക്സ് ബസ്സുകൾ ഇതെല്ലാം നന്നാക്കുകയാണ്. വലിപ്പം കുറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ ഈ ബസ്സുകൾ വരും. അത് 8.5 മീറ്ററിൻ്റെ വണ്ടി വരും, അതുപോലെ 10 മീറ്ററിൻ്റെ വണ്ടി വരും. പിന്നെ സ്ലീപ്പർ ബസ്സുകൾ, സെമി സ്ലീപ്പർ ബസ്സുകൾ എല്ലാം എയർ കണ്ടീഷൻ വണ്ടികളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ പുതിയൊരു പരിഷ്കാരം കൊണ്ടുവരാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു പരീക്ഷണം നടക്കുകയാണ്. നിലവിലുള്ള KSRTC ഒരു ബസ്സിന് ഒരു പുതിയ എയർ കണ്ടീഷൻ സംവിധാനം പരീക്ഷിക്കുകയാണ്. ഹൈബ്രിഡ് AC എന്നൊരു സംവിധാനമാണ്. അതായത് വണ്ടിയുടെ കംപ്രസറിൽ നിന്ന് AC എടുക്കുമ്പോൾ പെട്രോളിന് മൈലേജ് കുറയും. ഇതങ്ങനെയല്ല, എഞ്ചിനിൽ നിന്ന് തന്നെ ഒരു പുതിയ ഓൾട്ടർനേറ്റർ വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. ഈ വൈദ്യുതി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു AC പ്രവർത്തിപ്പിക്കുന്ന ഒരു സംവിധാനം 10 ദിവസത്തിനുള്ളിൽ ആദ്യത്തെ വണ്ടി പണിത് കിട്ടും. അത് നമുക്ക് വലിയ പൈസയൊന്നും ആവുന്നില്ല. പക്ഷേ ആ പണം കൊണ്ട് അത് വന്നു കഴിയുമ്പോൾ ആ സൂപ്പർ ഫാസ്റ്റുകൾ അത് വിജയിച്ചാൽ ഒരു 10-40 സൂപ്പർ ഫാസ്റ്റ് സാധാരണക്കാർ ഉപയോഗിക്കുന്ന വണ്ടികൾ മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഒരു ടിക്കറ്റിൽ എറണാകുളം വരെ പോകുമ്പോൾ 25 രൂപ വർധന വരും. അത്രയേ ഉള്ളൂ. അതിന് മുമ്പാണ് കുറഞ്ഞു വരും. എറണാകുളം വരെ പോകുമ്പോൾ ഒരു കണക്ക് 25 രൂപ വർധന. AC-യും നോൺ AC തമ്മിലുള്ള വ്യത്യാസത്തിന് വേണ്ടി മാത്രം. പക്ഷേ മറ്റ് AC വണ്ടികളുടെ ചാർജിലേക്ക് ഇത് വരില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാം. കേരളത്തിലെ പൊതുഗതാഗതം ഈ മാറുന്ന കാലാവസ്ഥയിൽ, ഈ ചൂടും സഹിക്കാൻ വയ്യാത്ത ചൂടിനിടയിൽ പൊടിയും ചൂടും എല്ലാം വരുന്ന സമയത്ത് AC-യിലേക്ക് മാറുന്നതോടുകൂടി KSRTC-യിലേക്കുള്ളൊരു വലിയ പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും കോവിഡ് കാലത്ത് സ്വന്തമായി വണ്ടി വാങ്ങിച്ചു പോയവരെല്ലാം ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത്. അതുപോലെ യാത്രക്കാർ പോകുന്ന വഴിക്കുള്ള ഹോട്ടലുകൾ 48 ഹോട്ടലുകൾ ഐഡൻറ്റിഫൈ ചെയ്തു കേരളത്തിനകത്ത്. 3 ഹോട്ടലുകൾ കേരളത്തിന് പുറത്ത്. നല്ല ഭക്ഷണം, അവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാം ആവശ്യമായ ടോയ്ലറ്റുകൾ, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ന്യായവില, ഇതെല്ലാം കണക്കാക്കിക്കൊണ്ട് നമ്മൾ ഹോട്ടലുകൾ ഏർപ്പെടുത്തി. ആദ്യമൊക്കെ പലരും വിമർശിച്ചെങ്കിലും മാധ്യമങ്ങൾ പോലും അവസാനം അതിനോട് അനുകൂലിക്കുകയും അതൊരു വിജയകരമായ പദ്ധതിയായി. അതുകൊണ്ട് യാത്രക്കാരെ എണ്ണം കൂടിയിട്ടുണ്ട് KSRTC-യിൽ. അതുപോലെ ഓൺലൈൻ റിസർവേഷൻ വരുന്നു, ആൻഡ്രോയിഡ് ടിക്കറ്റ് മെഷീൻ വരികയാണ്. അപ്പോൾ ബസ് വരുന്നത് അറിയാൻ പറ്റും. അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഞാൻ നിൽക്കുന്ന സ്റ്റോപ്പിലേക്ക് ബസ് വരും. അതിൽ സീറ്റുണ്ടോ, അതിൽ നിന്നാണോ വരുന്നത് എന്നറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ ലൈവ് ബുക്കിംഗ്. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഒരു ബസ് പുറപ്പെട്ടാൽ പിന്നെ ആ ബസ്സിൽ ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത്, അവിടെ കാത്ത് നിന്ന് കയറാനേ പറ്റും. ഇപ്പോൾ അങ്ങനെയല്ല. ഇനി വരാൻ പോകുന്നത് കോട്ടയത്ത് ബസ് ബുക്ക് ചെയ്ത് കൊട്ടാരക്കരയ്ക്കാണ് വരുന്നതെങ്കിൽ കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പ് ആ വണ്ടിയിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ലൈവായിട്ട് ബുക്ക് ചെയ്യാം. റെയിൽവേയുടെ ആപ്പ് പോലെ. മറ്റ് ചെറുപ്പക്കാർ പലരും, കോളേജ് കുട്ടികളെല്ലാം നേരത്തെ ഇരുന്ന CMD ആയിട്ട് സംസാരിച്ച് ചില ആപ്പുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അത് നമ്മൾ സ്വീകരിക്കുക. അതിൽ കൊള്ളാവുന്ന ആപ്പുകൾ സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ എല്ലാം റിസർവേഷൻ എടുക്കാനും അതിലെല്ലാം വണ്ടിയുടെ ഇൻഫർമേഷൻ കൊടുക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഇത് പൂർത്തിയായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഉപയോഗയോഗ്യമായി ജനങ്ങൾക്ക് അവരുടെ മൊബൈൽ ഫോണുകളിൽ ഈ ആപ്പ് ലഭ്യമാക്കുന്നതായിരിക്കും. അതുപോലെ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ KSRTC-യെക്കുറിച്ച് പറഞ്ഞു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് പറയുമ്പോഴത്തേക്കും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിനുള്ള മറുപടി ഞാൻ പറയാം. ഡിജിറ്റൽ ലൈസൻസ്, ഇവിടെ ലൈസൻസ് കിട്ടാൻ 10 മാസം 12 മാസമൊക്കെ താമസിക്കുകയായിരുന്നു. അത് മാറ്റിയിരിക്കുന്നു. ഡിജിറ്റൽ ലൈസൻസ് 1/11/2024 നിലയിൽ വന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അതായത് നമ്മളെ ലൈസൻസ് എടുത്താൽ അടുത്ത സെക്കൻഡിൽ ലൈസൻസ് പാസ്സായി എന്ന് കമ്പ്യൂട്ടറിൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ ഫീഡ് ചെയ്താൽ അടുത്ത സെക്കൻഡിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ ലൈസൻസ് വരും. ആ ലൈസൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതൊരു കാർഡ്, ഒരു അക്ഷയയിലോ മറ്റോ കൊടുത്ത് പ്രിൻ്റ് ചെയ്ത് കാർഡായി സൂക്ഷിക്കാം. അതിന് ഹോളോഗ്രാമിൻ്റെ ആവശ്യമില്ല. അതിൽ QR കോഡ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഡിജിറ്റൽ RC ബുക്ക് 1/3/2025 മുതൽ കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ RC ബുക്കും വന്നു കഴിഞ്ഞു. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ RC ബുക്ക് കൈ കിട്ടും.
അതുപോലെ റോഡ് സേഫ്റ്റി ബോധവൽക്കരണത്തിന് വേണ്ടി ഒരു ആപ്പ് കൊണ്ടുവരികയാണ്. നമ്മളെപ്പോഴും പറയും സ്കൂളുകളിൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, സ്കൂളുകളിലെ കുഞ്ഞുങ്ങളുടെ കരിക്കുലത്തിൽ ട്രാഫിക് നിയമങ്ങൾ പഠിപ്പിക്കാൻ ഏർപ്പാട് ചെയ്യണം. നല്ല കാര്യമാണ്. പക്ഷേ വന്നാലും പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ട്രാഫിക്കിനെ പറ്റി അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു ആപ്പ് കൊണ്ടുവരികയാണ്. ഒരു ലേണേഴ്സ് ആപ്പ് എന്നുള്ളൊരു ആപ്പാണ്. ഈ ആപ്പിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചോദ്യങ്ങൾ വരും, പടങ്ങൾ കാണിച്ചു തരും, നമ്മളെ ആ ഡ്രൈവിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും അത് പഠിപ്പിക്കും, എല്ലാ നിയമങ്ങളും പഠിപ്പിക്കും. അത്തരത്തിൽ ആപ്പ് മോട്ടോർ വെഹിക്കിൾ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഈ ചെക്ക് പോസ്റ്റിലെ അഴിമതി അത് അവസാനിക്കാൻ വേണ്ടി ചെക്ക് പോസ്റ്റുകൾ MVD ചെക്ക് പോസ്റ്റുകൾ അവസാനിപ്പിക്കുകയാണ്. പകരം നമ്മുടെ ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്യാമറ നമ്മൾ ഉപയോഗിക്കാൻ, GSTയുടെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വണ്ടികൾ പരിശോധിക്കാനും നടപടിയെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചെക്ക് പോസ്റ്റുകൾ അവസാനിക്കുകയാണ്. ചെക്ക് പോസ്റ്റിൽ അഴിമതി എന്നുള്ള വിഷയം ചെക്ക് പോസ്റ്റ് 2-3 മാസങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് അവസാനിപ്പിക്കും. അവിടെ എല്ലാം ക്യാമറ വെച്ചിട്ടുള്ളതായിരിക്കും. പിന്നെ വേറെ പ്രധാനപ്പെട്ട MLA അറിഞ്ഞിരിക്കേണ്ട, MLA എല്ലാവരും അവരുടെ മണ്ഡലങ്ങളിൽ സഭ കൂടിയാണ്, ഗ്രാമസഭ കൂടിയാണ്. റൂട്ട് ഫോർമുലേഷൻ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം റൂട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. MLA സജസ്റ്റ് ചെയ്ത 503 റൂട്ടുകൾ, KSRTCക്ക് തർക്കമില്ലാത്ത നിയമ തടസ്സങ്ങളില്ലാത്ത 503 റോഡുകൾ ഈ മാസം തന്നെ റൂട്ടുകൾ നോട്ടിഫൈ ചെയ്യും. അത് പ്രൈവറ്റ് ബസ്സുകൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ വാഹനങ്ങൾ എത്താത്ത, ഇതുവരെ പ്രൈവറ്റ് ബസ്സോ KSRTC ബസ്സോ എത്താത്ത സ്ഥലങ്ങളാണ് MLA സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് 503 എണ്ണം പാസ്സാക്കിയിട്ടുണ്ട്. അതിന് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയാൽ മതി. അത് വരുമ്പോൾ ചെറിയ ബസ്സുകൾ വാങ്ങാം, സ്വയം തൊഴിൽ കണ്ടെത്താം, പിന്നെ ടാക്സ് കൊടുക്കാം, മറിച്ച് എന്തെങ്കിലും ജോലി കിട്ടി പോകണമെങ്കിൽ വിറ്റിട്ട് പോവാം. ആ റൂട്ടിൽ പക്ഷേ നിയന്ത്രിത നമ്പറേ കാണുള്ളൂ. ഇത് ലൈസൻസ് എന്നാണ് പറയുന്നത്, സാധാരണ പെർമിറ്റ് അല്ല. ലൈസൻസ് എന്നൊരു പുതിയ സംവിധാനം കൊണ്ടുവരികയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട്. അത് ഗ്രാമപ്രദേശങ്ങളെ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കാൻ, പൊതുഗതാഗതം വർദ്ധിപ്പിക്കാൻ ഉതകും. ഇതൊരു തൊഴിലായി സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ധനകാര്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിൽ സ്റ്റേജ് കാരേജുകളുടെ എണ്ണം വല്ലാതെ കുറയുന്നു. കാരണം 2001 26,000 സ്റ്റേജ് കാരേജ് ഉണ്ടായിരുന്നു, ഇന്ന് 7,000-ൽ താഴെയാണ്. അത് പ്രോത്സാഹിപ്പിക്കണം എന്ന വിഷയത്തോടെയാണ് ഈ ബഡ്ജറ്റിൽ അദ്ദേഹം ടാക്സ് കുറച്ചു വെച്ചത്. ഈ ഈ ലൈസൻസിങ് റൂട്ട് റാഷണലൈസേഷൻ്റെ ഫോർമേഷൻ്റെ ഭാഗമായിട്ടുള്ള വെർജിൻ റൂട്ട്സ് എടുക്കുകയാണ്. അതിന് ടാക്സ് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ 10% ടാക്സ് അദ്ദേഹം കുറച്ചു വെച്ചത്. അതുപോലെ രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് സംവിധാനങ്ങൾ ടെൻഡർ വിളിച്ചാൽ 2 ദിവസത്തിനുള്ളിൽ ടെൻഡർ വരും. പിന്നെ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെൻറ്ററുകൾ 19 സ്ഥലങ്ങളിൽ ടെൻഡറുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ടെൻഡർ വിളിച്ചിട്ട് സുതാര്യമായി ആരാണോ കൂടുതൽ നന്നായി നടത്തുന്നതും സർക്കാരിൻ്റെ പൈസ തരുന്നതും അവർക്ക് ആനുകൂല്യം ഉണ്ടാകും. അതുപോലെ അടുത്ത വരാൻ പോകുന്ന വളരെ വിപ്ലവകരമായ ഒരു കാര്യമാണ്, അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യൂണിഫൈഡ് കൗണ്ടർ സിസ്റ്റം, അതായത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 40-ൻ്റെ ഭാഗമായി വകുപ്പിൽ യൂണിഫൈഡ് കൗണ്ടർ സിസ്റ്റം ഉണ്ടാക്കുകയാണ്. 18/3/2025 നടപ്പിൽ വരും. അതായത് ഒരു ഉദാഹരണത്തിന് 1000 അപേക്ഷകൾ എറണാകുളത്ത് ഓഫീസിലുണ്ടെന്ന് വരും. അപ്പോൾ അവിടുത്തെ ഓഫീസിലെ ജീവനക്കാർക്ക് താങ്ങാൻ പറ്റുന്നതല്ല. ഇത് ഒരു സെക്കൻഡ് കൊണ്ട് അങ്ങ് സ്പ്ലിറ്റ് ആവുകയാണ്. ഈ എറണാകുളത്ത് കിട്ടുന്ന അപേക്ഷ പ്രോസസ്സ് ചെയ്യുന്നത് ചിലപ്പോൾ കോന്നിയിലായിരിക്കും, അല്ലെങ്കിൽ കാസർഗോഡായിരിക്കും. എല്ലാ ക്ലറിക്കൽ സ്റ്റാഫിൻ്റെയും കമ്പ്യൂട്ടറുകളിലേക്ക് ഈ സാധനം അങ്ങനെ അങ്ങ് ഡിവൈഡ് ചെയ്തങ്ങ് പോകും. അപ്പോൾ എല്ലാവർക്കും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ചിലപ്പോൾ 2-3 ഫയലേ വരുള്ളൂ. കാരണം കേരളത്തിൽ 10,000 ഫയലുണ്ടെങ്കിൽ ഈ 10,000 ഫയലും തുല്യമായ രീതിയിൽ അങ്ങ് പോകും. അപ്പോൾ കാസർഗോഡ് ഇരിക്കുന്ന ഒരു അപേക്ഷ എടുക്കുന്നത് തിരുവനന്തപുരത്തായിരിക്കും, പാറശാലയായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ അഴിമതി ഒഴിവാകും. മാത്രമല്ല 5 ദിവസത്തിനുള്ളിൽ ഈ ഫയലുകൾ 5 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കാതെ ഒരു ഉദ്യോഗസ്ഥൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ സർക്കാർ ആ കസേരയിൽ നിന്ന് മാറ്റും. അയാൾ അവിടെ ഇരിക്കാൻ യോഗ്യനല്ല എന്നാണ് വിലയിരുത്തൽ. അതാണ് വരാൻ പോകുന്ന പുതിയ പരിഷ്കാരം. സർക്കാർ വാഹനങ്ങൾക്ക് KL90 എന്ന രജിസ്ട്രേഷൻ വരാൻ പോവുകയാണ്. സർക്കാർ വാഹനങ്ങൾ KL90 എന്ന് രജിസ്റ്റർ ചെയ്യും. കേരള സർക്കാർ വാഹനങ്ങൾ KL90A കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്കായിരിക്കും, KL90B തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിരിക്കും, KL90BC PSUകൾക്കും ബോർഡുകൾക്കും കോർപ്പറേഷനുകൾക്കുമായി നൽകും എന്നിങ്ങനെ നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇനിമേലിൽ വരുന്ന സർക്കാർ വാഹനങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. കുറച്ച് നാൾ കഴിയുമ്പോൾ നിലവിലുള്ള സർക്കാർ വാഹനങ്ങളും ഈ രജിസ്ട്രേഷനിലേക്ക് മാറ്റേണ്ടി വരും എന്നറിയിക്കുകയാണ്. മറ്റൊരു നല്ല പദ്ധതി കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം ചുരുക്കാം. ജലഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ്. കേരളത്തിലെ മൂന്നാറിലേക്ക് റോയൽ വ്യൂ എന്ന ബസ് കൊണ്ടുവന്നു. എൻ്റെ മനസ്സിൽ പണ്ടുകൊണ്ട് കിടക്കുന്നൊരു സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എന്നെ സഹായിച്ചത് KSRTC ജീവനക്കാരാണ്. ബസ് ഞാൻ ഡിസൈൻ ചെയ്തെങ്കിലും അതിൻ്റെ എല്ലാ രൂപകൽപ്പനയും ചെയ്തത് KSRTCയുടെ ജീവനക്കാരാണ്. ഒരാൾ പോലും പുറത്തുനിന്ന് ഉപയോഗിച്ചിട്ടില്ല. KSRTC ജീവനക്കാരെ മാത്രം എടുക്കാം. 40 ലക്ഷം രൂപയിലാക്കി ബസ് ഉണ്ടാക്കിയെങ്കിൽ വിൻസൻ്റെ ഒരു നഷ്ടവുമില്ല. ഒരു ദിവസം 56,000 രൂപ ഫുള്ളാണ് വണ്ടി എല്ലാ ദിവസവും. ഇതൊരു തരംഗമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ മുഴുവൻ. ഇതൊരു വലിയ വാർത്തയാണ്, ഇതൊരു വലിയ സംഭവമാണ്. ആ റോയൽ വ്യൂ ബസ് മൂന്നാറിൽ ഓടുമ്പോൾ 13,000 രൂപയാണ് ഒരു ദിവസത്തെ ചെലവ്, 56,000 രൂപ വരും.
തമിഴ്നാട്ടിലൊക്കെ വളരെ വൈറലാണ്. തെലുങ്കിൽ നിന്നൊക്കെ ആൾക്കാർ വരികയാണ്. ഈ ബസ്സിൽ കയറാൻ വേണ്ടി ആളുകൾ അവിടെ വരികയും എല്ലാ ദിവസവും ഫുള്ളാണ്. അടുത്ത 2 മാസത്തിനുള്ളിൽ മുടക്കിയ കാശ് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. അതിനെ അട്ടിമറിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അത് കൈവച്ചിരുന്നാൽ മതി. അതുപോലെ ഒരു ടൂറിസം പദ്ധതിയാണ് പറയാൻ പോകുന്നത്. ജലഗതാഗത വകുപ്പിൽ വിൻസെൻ്റ് പറഞ്ഞ ഒരു ദിവസം TV കണ്ടപ്പം ഭയങ്കര കുഴപ്പമാണ്. പറഞ്ഞത് ഞാൻ കണ്ടുകൊണ്ട് പറഞ്ഞ, കാരണം അറിയാതെ നമ്മളവിടെ പ്രവർത്തിക്കുമ്പോൾ അടുത്ത ഒരു ജലഗതാഗത വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ്. അത് കുട്ടനാട് ബാക്ക് വാട്ടർ സഫാരി എന്ന് പറയുന്ന പദ്ധതി തുടങ്ങുകയാണ്. അതായത് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയും ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രിയുമായി ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതി ഞങ്ങൾ ആലോചിച്ചു. ഈ പദ്ധതി ഞങ്ങൾ അംഗീകരിക്കുകയും 2-3 മാസത്തിനുള്ളിൽ 2-3 ഡേറ്റ് പറയാണ് 2-3 മാസത്തിനുള്ളിൽ ഈ പദ്ധതി നടപ്പിൽ വരും. പദ്ധതി എന്താണെന്ന് വെച്ചാൽ ടൂറിസ്റ്റുകളെ ബോട്ടിൽ കയറ്റുക, കുട്ടനാടിൻ്റെ വഴികളിലൂടെ എല്ലാം ബോട്ട് ഓടിക്കുക. അവിടെ ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു നാടൻ ചായക്കട സെറ്റ് ചെയ്തിരിക്കുക. ഇത് അവിടെയുള്ള കുടുംബശ്രീക്കാർക്കോ നാട്ടിലുള്ള ആർക്കെങ്കിലും സെറ്റ് ചെയ്യാം. അവിടെ ഷാപ്പിലെ കറി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ട് നല്ല മത്സ്യം, പൊള്ളിച്ച മത്സ്യം, കേരളത്തിൻ്റെ തനതായ ഫുഡ്, ഗ്രാമത്തിലെ ഫുഡ് അവിടെ കൊടുത്തു കഴിഞ്ഞ് അവിടെ നമ്മൾ യാത്ര ചെയ്താൽ ഇത് മറ്റൊരു സ്ഥലത്ത് പാതിരാമണൽ എത്തുമ്പോൾ ടൂറിസം വകുപ്പ് അവിടെ ഒരു സൗകര്യം ചെയ്തിരിക്കുകയാണ്. ഓല കൊണ്ടൊരു തിയേറ്റർ, പഴയ പോലെ, സൈഡൊന്നും അടച്ചിട്ടില്ല, ഓല കൊണ്ടൊരു സ്റ്റേജും അതിന് മുമ്പിൽ ഒരു ഹാളും, അതിനകത്ത് ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് മണൽ വിരിച്ച തറയിൽ തടി കസേര ഇടും, അല്ലെങ്കിൽ ചൂരൽ കസേര, അവിടെ ഇരുന്നുകൊണ്ട് കേരളത്തിലെ ഫോക്ലോർ അക്കാഡമി, സംഗീതനാട അക്കാഡമി, ഇങ്ങനെ നമ്മളെ നഷ്ടപ്പെട്ടു പോകുന്ന പല കലാരൂപങ്ങളുണ്ട്. അത് സാംസ്കാരിക വകുപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്യും. അവരുടെ കലാരൂപങ്ങൾ അവിടെ അവതരിപ്പിക്കും ഈ ടൂറിസ്റ്റുകളുടെ മുമ്പിൽ. ടിക്കറ്റ് വെച്ചിട്ടാണ്. സിനിമയില്ല, മറ്റു കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഫോക്ലോർ അക്കാഡമിയുടെ നമുക്ക് കാണാൻ കഴിയാത്ത, ഈ ഒരു തലമുറയ്ക്ക് കാണാൻ കഴിയാത്ത പല കലാരൂപങ്ങളെയും നമ്മളവിടെ അവതരിപ്പിക്കും. അവതരിപ്പിക്കുമ്പോൾ അത് കാണാൻ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കും. ഒരു വിജയകരമായ ടൂറിസം പദ്ധതിയായി ഞങ്ങൾ ഈ 3 വകുപ്പുകളും ചേർന്ന് ഇത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ്. അത് കുട്ടനാടിൽ മാത്രമല്ല, മൺട്രോത്തുരുത്ത് വരുന്നുണ്ട്. കുട്ടനാട്ടിൽ വരുമ്പോൾ, കോട്ടയമല്ല ഞാൻ പറഞ്ഞ, കുട്ടനാട്ടിൽ വരുമ്പോൾ ഒരു സർക്യൂട്ടല്ല, കുമരകം കേന്ദ്രീകരിച്ച് വേറെ സർക്യൂട്ട് വരും, പിന്നെ പാതിരാമണൽ അങ്ങേ സൈഡിൽ വേറെ സർക്യൂട്ട് വരും. അങ്ങനെ 2-3 സർക്യൂട്ട് കാണും. അവിടെയെല്ലാം ഈ ഷോപ്പുകളും ഇതുപോലെ കലാപരിപാടി നടത്താനുള്ള സംവിധാനം ഉണ്ടാകുമ്പോൾ ഈ കലാകാരന്മാർക്ക് ഒരു വരുമാന മാർഗമാകും. ഈ കല നമുക്ക് കാണുകയും ചെയ്യാം. ഈ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങൾ അറിയാവുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും ഇതൊരു വരുമാന മാർഗമാകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ പദ്ധതി ഇത്തരത്തിലുള്ള പദ്ധതിയാണ്. അദ്ദേഹം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് മറുപടി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു പദ്ധതിക്ക് 5 കോടി രൂപ അനുവദിച്ചു. റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടാണ്. നേരത്തെ ഒരിക്കലും മറുപടി പറയുകയാണ്. എന്നാലും ഞാൻ പറയുകയാണ്, അദ്ദേഹം പറഞ്ഞ സാഹചര്യത്തിൽ അത് വളരെ സ്നേഹത്തോടെ തന്നെ മുഖവിലേക്ക് എടുക്കുന്നു. 5 കോടി രൂപ അദ്ദേഹം പറഞ്ഞു 2 കോടി കൂടി വേണം എന്നാണ് പറഞ്ഞത്, 3 കോടിയുടെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ അതല്ല, നമുക്ക് തന്നെ അദ്ദേഹത്തിന് കിട്ടിയ കണക്കിൽ 1.5 കോടിയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് തന്ന കണക്കനുസരിച്ച് 9 കോടി രൂപ കൂടി അഡീഷണൽ ആയിട്ട് വേണമെന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന തയ്യാറാണ്. അത് പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. അതിന് ഒരു MLAക്ക് മോശം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളുടെ സർക്കാരും ആഗ്രഹിക്കുന്നില്ല. അതിന് ഭരണപക്ഷ പ്രതിപക്ഷമൊന്നുമില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ ലാൻഡ് അക്വിസിഷനുണ്ട്. അദ്ദേഹം ഇതിൻ്റെ മന്ത്രിയായിരുന്നാണ്. അദ്ദേഹത്തിന് ലാൻഡ് അക്വിസിഷന് പണം കൊടുക്കാൻ റോഡ് സേഫ്റ്റി അതോറിറ്റി കഴിയത്തില്ല. കേന്ദ്ര ഗവൺമെൻറ് ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ കെട്ടിടമുണ്ട്, പള്ളിയുടെ ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് അദ്ദേഹം അവിടുത്തെ MLA ആണ്, അദ്ദേഹത്തിന് അറിയാം. ഇതെല്ലാം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം നമുക്കുണ്ട്. അതിനുള്ള ഫണ്ട് വേണം. ഇത് നശിപ്പിച്ച് കളയുക എന്നുള്ള ലക്ഷ്യം നമുക്കില്ല. പക്ഷേ ഇത്തരം പദ്ധതികൾ വരുമ്പോൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പം. ഇന്നലെയും വാർത്താമാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു കാര്യമാണ്, തൃശ്ശൂരിൽ മനോഹരമായൊരു ഇതുപോലൊരു സ്കൈ വാക്ക് ഉണ്ടാക്കി. ലിഫ്റ്റും എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്, ഫിനിഷ് ചെയ്തു, വളരെ മനോഹരമാണ്, നന്നായി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നടക്കാൻ ആളില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഒരു സത്യമല്ല. നടക്കാൻ ആളില്ല. കാരണം റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ അവസരം കിടന്നാൽ ഓടി അങ്ങ് പോകത്തേ ഉള്ളൂ. അവിടെ കൂടെ കയറി ആളുകൾ വരത്തില്ല. ഇത് നമ്മുടെ സൈക്കോളജിയാണ്. ഇവിടെ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ മുമ്പിൽ ഒരു പാലം വെച്ചിട്ടുണ്ട്, അതിൽ ആരും കയറാറില്ല. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി, കുഞ്ഞുങ്ങൾ ക്രോസ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അതുപോലെ കോട്ടണിൽ സ്കൂളിന് മുമ്പിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ലുലു മാളിൻ്റെ മുമ്പിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തുനിന്ന് ഒരാളെയും കണ്ടിട്ടില്ല. ഇപ്പം ലുലു മാളിൻ്റെ മേളിലൊക്കെ പോലീസ് വന്നാൽ അറിയാം, സാമൂഹ്യ വിരുദ്ധന്മാർക്ക് രണ്ടടിക്കണമെങ്കിൽ അതിന് മേളിൽ കയറിയിട്ട് അടിക്കാം. താഴെ കാറി പോകുന്നവരും കാണത്തില്ല. അവിടുന്ന് പോലീസ് വന്നാൽ ഇവിടെ കൂടെ ഇറങ്ങാം. ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞത് ആ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുന്നു. അദ്ദേഹത്തിന് വിഷമിക്കേണ്ടതില്ല. അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യും എന്നറിയിച്ചു. ഡിസ്കഷൻ നടത്തും. അദ്ദേഹം പറഞ്ഞു ഡിസ്കഷൻ നടക്കാമെന്ന് പറഞ്ഞു. ഡിസ്കഷൻ നടത്തും. അങ്ങനെ ആരോടും ഒരു പകയോ വിദ്വേഷമോ ഒന്നുമില്ല. വിൻസെന്റ് വിചാരിക്കേണ്ടത് ഇതൊരു തമാശയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ പറയാം, അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ, തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എല്ലാവർക്കും, എല്ലാ MLAമാർക്കും ചെയ്യാവുന്നതല്ല. ഇപ്പം ശ്രീ ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും അനുവദിച്ചിരിക്കുന്ന എല്ലാ പൈസയും അദ്ദേഹം തരും. അതിൻ്റെ AS വാങ്ങിയാൽ മാത്രം മതി. AS വാങ്ങിയാൽ പണി തുടങ്ങും. കാരണം ബില്ല് കുറച്ച് കഴിഞ്ഞ് കൊടുത്താൽ മതിയല്ലോ. AS വാങ്ങും. PWD ബിൽഡിങ്സുകാർ വളരെ വേഗത്തിൽ
പണി തുടങ്ങും, വളരെ വേഗത്തിൽ പണി തീർക്കും. പക്ഷേ നമ്പറിടാത്ത ബസ് സ്റ്റേഷനുകൾ ഇനി ഉണ്ടാവില്ല. Yes. നമ്പറിടാതെ മന്ത്രി ഉദ്ഘാടനവും ചെയ്യില്ല. അതിനൊരു സംശയം വേണ്ട. നമ്മൾ മുന്നോട്ട് പോകും. നല്ല നിലയിൽ KSRTC മുമ്പോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും പിന്തുണ, എല്ലാ MLA-മാർക്കും KSRTC 2 വണ്ടി വെച്ച് തന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ സാഹചര്യം അത്ര നന്നല്ല എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളും തീർച്ചയായിട്ടും ചെയ്യും. പുതിയ ബസ്സുകൾ വരുമ്പോൾ Yes, നമുക്ക് please, കൂടുതൽ please, റൂട്ടുകൾ thank you. ഓടിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ KSRTC-യോടും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോടും എല്ലാവരും കാണിക്കുന്ന സഹകരണത്തിന് ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ധനാഭ്യർത്ഥന പാസ്സാക്കി തരണം എന്ന സ്നേഹത്തോടെ